Hi everyone, all of you welcome back to my channel. Calicut University third semester exam registration നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. PG കാരുടെയാണ് വന്നിട്ടുള്ളത്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്ന് മുതലാണ് ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആർക്കൊക്കെയാണ്, അതുപോലെ ഡേറ്റുകളൊക്കെ, ലാസ്റ്റ് ഡേറ്റ് വിത്ത് ഫൈനും വിത്തൗട്ട് ഫൈനൊക്കെ എന്നാന്നുള്ളത് നോക്കാം. അപ്പോൾ തേർഡ് സെമസ്റ്റർ ഡിസ്റ്റൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ, PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ട്യൂസ്ഡേ 27th ഓഗസ്റ്റിന് ലിങ്ക് ആക്റ്റീവ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കോഴ്സ് MA MSc MCOM കോഴ്സുകാരാണ്. ഈ 3 കോഴ്സുകാരും 2021 അഡ്മിഷൻ മുതലുള്ളവരും 2020 അഡ്മിഷൻകാർക്കുമാണ് കേട്ടോ ഈ ഒരു നോട്ടിഫിക്കേഷൻ 2019 സ്കീമിൽ വരുന്നത്. ഫൈൻ ഇല്ലാതെയുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/9/2024 സെപ്റ്റംബർ 19 അതുപോലെ 190 രൂപ ഫൈനോടുകൂടി 24-ാം തീയതി വരെയും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് 24/10/2024 വരെയും കാണാൻ കഴിയും. അതുപോലെ എക്സാമിൻ്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസ് പോർട്ടൽ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. ഇപ്പോൾ പുതിയതായിട്ട് ജൂണിൽ വന്നിട്ടുള്ള ആ ഒരു ഫീസ് സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള ഫീസായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് 45 രൂപയും ഓരോ പേപ്പറിനും, തിയറി പേപ്പറിന് ഫസ്റ്റ് പേപ്പറിന് 95 രൂപയും, അതുപോലെ സപ്ലി പേപ്പർ ആണെങ്കിൽ 190 രൂപയുമാണ്. പ്രാക്ടിക്കലിന് 190 രൂപ, വൈവക്ക് 135, പ്രൊജക്റ്റ് 135. മാർക്ക് ലിസ്റ്റ് ഫീസ് 50 രൂപ അല്ലെങ്കിൽ 190, സെമസ്റ്റർ വൈസ് 190 അതുപോലെ CV ക്യാമ്പ് ഫീയും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. നിങ്ങൾ സ്റ്റുഡൻസ് ലോഗിൽ എക്സാം രജിസ്ട്രേഷൻ്റെ ലിങ്ക് ആക്റ്റീവ് ആകുന്ന സമയത്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിലേക്ക് വരുന്ന ഫീസ് കറക്റ്റ് എത്രയാണെന്നുള്ളത് അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫീസും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേപ്പറാണ്, നിങ്ങളുടെ ടോട്ടൽ പേപ്പർ അനുസരിച്ചിട്ടുള്ള ഫീസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലിങ്ക് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫീസ് അടക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തേർഡ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റിൽ വന്ന് ചോദിക്കും, ലിങ്ക് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ലിങ്ക് ആക്റ്റീവ് ആകുന്നത് എന്നാന്നുള്ളത് കറക്റ്റായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ആ ഒരു ടൈമിൽ മാത്രമാണ് ലിങ്ക് ആക്റ്റീവ് ആവുള്ളൂ. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.